ലാഭക്കണക്കുകൾക്കുമീതെ മണ്ണോടുള്ള പ്രണയം. അട്ടകളോട് പൊരുതി പെരളത്ത് വയലിൽ വീണ്ടും പച്ചപ്പണിയിച്ച് മുൻ സൈനികനായ രാമചന്ദ്രൻ. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. ഒരു കാലത്ത് പൊന്നിൻ നിറമുള്ള നെൽക്കതിരുകളും സ്വർണ്ണവർണ്ണത്തിലുള്ള കണിവെള്ളരിയും യഥേഷ്ടം വിളഞ്ഞു നിന്നിരുന്നൊരു മണ്ണായിരുന്നു പെരളത്ത് വയൽ. എന്നാൽ കാലത്തിന്റെ മാറ്റത്തിൽ ആ പാടശേഖരങ്ങൾ വർഷങ്ങളോളം കൃഷിയിറക്കാതെ പുല്ലുപിടിച്ച് തരിശായി കിടക്കുന്നത് കാണുമ്പോൾ രാമചന്ദ്രൻ വടക്കിനി എന്ന കർഷകന്റെ മനസ്സ് വല്ലാതെ വിതുമ്പുമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞാറ്റുപാട്ടിന്റെ ഈണവും നാട്യം കൊയ്ത്തുമൊക്കെയുള്ള സജീവമായ ഒരു കാർഷിക സംസ്കാരം കണ്ടും അനുഭവിച്ചുമാണ് രാമചന്ദ്രന്റെ ബാല്യം കടന്നുപോയത്. മണ്ണുമായുള്ള ആ പൊക്കിൾക്കൊടി ബന്ധം തന്നെയായിരുന്നു ലാഭനഷ്ടങ്ങളുടെ കണക്കുപുസ്തകങ്ങൾ മാറ്റിവെച്ച് ആ തരിശുഭൂമിയിൽ വീണ്ടും പൊന്നുവിളയിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. എന്നാൽ ആഗ്രഹിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ആ മണ്ണിലേക്ക് കൃഷിയുമായി ഇറങ്ങിത്തിരിച്ച രാമചന്ദ്രന് നേരിടേണ്ടി വന്നത് കടുത്ത അഗ്നിപരീക്ഷകളെയാണ്. പ്രതികൂല സാഹചര്യങ്ങളും അപ്രതീക്ഷിതമായി വന്ന വെല്ലുവിളികളും ആ കർഷകന്റെ പാത ദുഷ്കരമാക്കി. എങ്കിലും സാമ്പത്തിക ലാഭത്തിനപ്പുറം കൃഷിയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ആത്മാർത്ഥതയും കൈമുതലാക്കി അദ്ദേഹം ആ പ്രതിസന്ധികളെ നെഞ്ചുവിരിച്ച് നേരിടുകയാണ്. തരിശായി കിടന്ന ഭൂമി രാമചന്ദ്രൻ 10 ഏക്കറോളം പാട്ടത്തിനെടുത്ത് നെൽകൃഷിയെടുക്കുവാൻ മെയ് മാസത്തിൽ തന്നെ തീരുമാനമെടുത്തിരുന്നു. അതിനുവേണ്ടി ആവശ്യമായ ഞാറും തയ്യാറാക്കി. ഞാറു നടുന്നതിനായി നാട്ടിലെ പണിക്കാരെ ലഭിക്കാത്ത സാഹചര്യം ആദ്യം തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. എന്നാൽ ഞാറു നടുന്നതിൽ മലയാളികളെ വെല്ലുന്ന ബംഗാളികളുണ്ടെന്ന് വിവരമറിഞ്ഞ് രാമചന്ദ്രൻ അത് അന്വേഷിച്ചു നടന്നു. ഒടുവിൽ പാകമായ ഞാറു പറിച്ചു മാറ്റാൻ ബംഗാളികൾ എത്തിയപ്പോഴാണ് അടുത്ത പ്രതിസന്ധി. അട്ടശല്യം കൊണ്ട് പാടത്ത് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ബംഗാളികളെ കാൽക്കൽ വീണുവെങ്കിലും ഒരു തരത്തിലും പറ്റില്ലെന്ന് മറുപടി നൽകി ബംഗാളികൾ മടങ്ങിപ്പോയി. 10 ഏക്കർ സ്ഥലം ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കാൻ തന്നെ പണം കുറെ ചെലവായി. പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തു ചെയ്യുമെന്ന് അറിയാതെ 2 ദിവസക്കാലം ഊണും ഉറക്കവുമില്ലാതെ അലയുകയായിരുന്നു രാമചന്ദ്രൻ. ഒടുവിൽ പെരിയ കൃഷി ഓഫീസർ ജയപ്രകാശിന്റെ സഹായം തേടിയെങ്കിലും അട്ടയെ തുരുത്തുന്നതിന് മാർഗങ്ങൾ നിർദ്ദേശിച്ചെങ്കിലും അത് വലിയ പണച്ചെലവുള്ളതായിരുന്നു. ഒടുവിൽ തന്റെ നിസ്സഹായ അവസ്ഥ കൃഷിവകുപ്പ് മുമ്പാകെ വിവരിച്ചപ്പോൾ കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥലം സന്ദർശിക്കുകയും അട്ടയെ തുരുത്തുന്നതിന് ആവശ്യമായ കുമ്മായം കൃഷിവകുപ്പ് ഏതെങ്കിലും രീതിയിൽ സബ്സിഡിയായി നൽകാമെന്ന് രാമചന്ദ്രന് ഉറപ്പു നൽകി. ഒടുവിൽ പാടത്ത് കുമ്മായം വിതറി പിന്മാറിയ ബംഗാളികളുടെ സഹായം വീണ്ടും അഭ്യർത്ഥിച്ചു. ബംഗാളികൾ ഞാറ് നടാനായി എത്തിയപ്പോൾ അട്ടശല്യം കുറഞ്ഞുവെങ്കിലും പൂർണ്ണമായും ഭേദപ്പെട്ടില്ല. ഒടുവിൽ ഒരു പട്ടാളക്കാരനായ രാമചന്ദ്രന് ഹിന്ദിയും ബംഗാളി ഭാഷയും തനിക്ക് വഴങ്ങുമെന്നതുകൊണ്ട് ബംഗാളികൾക്ക് ധൈര്യം പകർന്ന് അട്ടയുമായുള്ള യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ നിലം ഉഴുതുമറിച്ച് 10 ഏക്കർ ഭൂമിയിലും കൃഷിയിറക്കി ആദ്യഘട്ടത്തിൽ വിജയം കൊയ്യുകയാണ്. ഇനിയും ഘട്ടങ്ങൾ പലതാണ്. വളമിടണം, കളപറിക്കണം, മരുന്നടിക്കണം. ഇതിനിടയിൽ കാലവർഷം കനത്താൽ വെള്ളം കയറാം. എല്ലാറ്റിനും അതിജീവിച്ച് വേണം നെല്ല് കൊയ്യാൻ. ഞാറ് നടാൻ മലയാളിയേക്കാൾ അഗ്രഗണ്യരാണ് ബംഗാളി തൊഴിലാളികൾ. നാട്ടിപ്പണിയിലുള്ള ഇവരുടെ സ്പീഡ് കണ്ടാൽ എല്ലാവരും നോക്കിപ്പോകും. നമ്മുടെ തൊഴിലാളികൾ 1 ഏക്കർ സ്ഥലം നടാൻ 20 പേർ ഒരു ദിവസമെടുക്കുമ്പോൾ ബംഗാളികൾ 10 പേർ 1.5 മണിക്കൂറിൽ 1 ഏക്കറിൽ ഞാറ് നടും. രാവിലെ 6 മണിക്കെത്തിയാൽ വൈകിട്ട് 7 മണി വരെ പണിയെടുക്കും. കൂലി ഏക്കർ വെച്ചാണ് കണക്കാക്കുന്നത്. ട്രാക്ടർ മണിക്കൂറിന് 1200 രൂപ നൽകി നിലമൊരുക്കുവാനും 7200 രൂപ നൽകി 1 ഏക്കർ ഭൂമി ഞാറു നടുവാനും ആദ്യം ചെലവഴിക്കണം. വളവും ബാക്കി കാര്യങ്ങളുമൊക്കെ ആകുമ്പോൾ നെല്ലിന് ലഭിക്കുന്നതിന്റെ ഇരട്ടി തുകയാണ് രാമചന്ദ്രന് ചിലവാകുക. പക്ഷേ അദ്ദേഹം ലാഭത്തിനല്ല, മറിച്ച് കുട്ടിക്കാലം മുതലേ കണ്ടു ശീലിച്ച വയലിന്റെ പച്ചപ്പും മണ്ണിലെ അധ്വാനത്തിന്റെ വിയർപ്പും കാർഷിക സംസ്കാരവുമായുള്ള ആത്മബന്ധവും ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് നഷ്ടം കണക്കുകൂട്ടാതെ രാമചന്ദ്രൻ മുന്നോട്ടു നീങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.